സഹോദരൻ തമ്പാനുമായിട്ട് എനിക്ക് എന്ന് മുതൽ പരിചയം പറയാനൊക്കെയില്ല. അയാൾ നിക്കറിട്ട് നടക്കുന്ന കാലം മുതലേ ഞാനവിടെ പ്രസംഗകനായിട്ട് തൻ്റെ പിതാവ് എന്നെ ക്ഷണിച്ച് അവിടെ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മിക്കവാറും ഭാഗങ്ങളിലൊക്കെ ഒരളവിൽ ഭാഗഭാഗാക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. സഹോദരൻ തമ്പാൻ ഒരു നല്ല സുവിശേഷ പ്രസംഗകനായി വരുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ ആവേശവും ഇഷ്ടവും തോന്നി. അതിന് രണ്ട് കാരണം. നന്നായിട്ട് 10 വാക്ക് പറയാൻ കൊള്ളാവുന്നവനെല്ലാം യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നവനും അതോടൊപ്പം ക്രൈസ്തവ വേദിയിൽ ബ്രദറൻ മണ്ഡലത്തിലായിരിക്കണം എന്നും താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. ബന്ധുക്കോസിലായാലും എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് എങ്കിലും നല്ല പ്രസംഗകരും നല്ല പാട്ടുകാരും ഒക്കെ ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് പ്രത്യേക താല്പര്യമുണ്ട്. അവിടെ തമ്പാൻ്റെ ശുശ്രൂഷകൾ കണ്ടും കേട്ടും മനസ്സിലായപ്പോൾ അദ്ദേഹം ക്ഷണിച്ചൊരു യോഗത്തിൽ വെച്ച് തന്നെ ഞാൻ അദ്ദേഹത്തെ ബ്രദറിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. അത് എന്നെ കരിയൊമ്പിലാവിൽ സ്കൂൾ നടന്ന ഒരു പ്രത്യേക BBSൻ്റെ സമാപന ചടങ്ങിലേക്കാണ് വിളിച്ചത്. അവിടെ വന്നപ്പോൾ ഞാൻ താമസിച്ച വീട്, പ്രസംഗിക്കുന്ന സ്ഥലം, കേൾക്കുന്ന ആളുകൾ എല്ലാം ബ്രദറുകാരാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ 2 സംഘാടകർ മാത്രമേ വേറെ വെളിയിൽ നിന്നുള്ളൂ, അവിടെ തമ്പാൻ ഇത്ര ബുദ്ധിമുട്ടിയൊന്നും ചെയ്യാതെ നേരെ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വരുന്നോ എന്ന് ചോദിച്ചു. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ ബ്രദറുകാരുടെ കൂടെ വന്നാൽ ആദ്യം അവർ നന്നായിട്ടൊന്ന് വറക്കും. ആ വറച്ചട്ടിയിലിട്ട് വറക്കുമ്പോൾ തെറിച്ചു പോകാതിരുന്നാൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ സഹോദരൻ തമ്പാനെ ഞാൻ ക്ഷണിക്കുകയും അത് അനർത്ഥമാകുകയും ഇന്ന് അദ്ദേഹം ബ്രദറൻ മണ്ഡലത്തിൽ സഹോദരൻ തോമസ് കുട്ടിക്കരുള വിശേഷിപ്പിച്ചതുപോലെ തന്നെ അനുഗ്രഹീതമായ നിലയിൽ കർമ്മപാഠവം കൊണ്ട്, സുപ്രഭാഷണ പാഠവം കൊണ്ട്, വേദവിജ്ഞാനത്തിലെ അഗാധമായ പാണ്ഡിത്യങ്ങൾ കൊണ്ടൊക്കെ വിളങ്ങി നിൽക്കുന്ന അനുഗ്രഹീതമായ ഒരു താരമാണ്. വിശുദ്ധ തിരുവെഴുത്തായ ബൈബിളിലെ വേറൊരു വേദസൂക്തം ഉദ്ധരിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ അനുഭവപാഠങ്ങൾ തുടരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-ാം വചനമാണ് ഞാൻ വായിക്കുന്നത്. ഫിലദൽഫിയ സഭയോട് വലിയവനായ കർത്താവ് അരുളി ചെയ്യുന്ന വചനമാണത്. വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ ഫിലദൽഫിയ സഭയോട് അരുളി ചെയ്യുന്ന തിരുവായ്മൊഴികളാണ് നമ്മളിവിടെ കാണുന്നത്. അതിൽ 8-ാം വചനമാണ് ഞാനിപ്പോൾ വായിക്കാൻ താല്പര്യപ്പെടുന്നത്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത ദൈവം തുറന്ന വാതിൽ. ഈ വാതിലിനെ സംബന്ധിച്ച് തിരുവെഴുത്തിലെ മറ്റു ഭാഗങ്ങൾ ചേർത്ത് പഠിക്കാവുന്നതാണ്. ഇതൊരു പഠനമല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഘട്ടം, തുറക്കപ്പെട്ട വാതിൽ, വിശാലമായ വാതിൽ എന്ന് ഞാൻ കരുതിയിരുന്ന ആ വാതിൽ ആരും തുറക്കാൻ കഴിയാത്ത വിധത്തിൽ അടയ്ക്കുവാൻ ദൈവം അങ്ങ് തീരുമാനിച്ചു. ഞാൻ പറഞ്ഞല്ലോ, പ്രതിസന്ധികൾ കൊണ്ട് ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ എത്തപ്പെട്ടു. എൻ്റെ മനസാക്ഷിക്കോ ദൈവം മുമ്പിലോ ഞാൻ ഒരു തെറ്റും ചെയ്യാത്തവനാണ്. എന്നാൽ ഞാൻ എൻ്റെ സമൂഹത്തിൻ്റെ മുമ്പിൽ തെറ്റുകാരനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ തെറ്റ് ചെയ്തയാൾ ഇന്നും ആ സമൂഹത്തിലുണ്ട്. എന്നാൽ ഞാൻ തെറ്റെന്നോ ശരിയെന്നോ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ ചെയ്യാത്ത കാര്യമാണ്. എല്ലാ തിന്മയും നമ്മളെ സംബന്ധിച്ച് കളവായി പറയുമ്പോൾ, സത്യത്തിൻ്റെ അംശമില്ലാതെ പറയുമ്പോൾ സന്തോഷിക്കുവാനാണ് തിരുവെഴുത്ത് പറയുന്നത്. ഞാൻ വളരെ വിനയത്തോടെ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് എൻ്റെ ജീവിതാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ. ഇതുപോലെ നേരും നെറിയുമില്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ ഇന്നും ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കളുമൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്.
ഇങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് ഒരു വിനോദമായി കാണുന്ന ചില മാനസികമായ പ്രശ്നങ്ങളുള്ള ആളുകൾ സമൂഹത്തിലുണ്ട്. അതെക്കാലത്തുമുണ്ട്, അത് ഏത് സമൂഹത്തിലുമുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഏത് വാതിൽ നമ്മുടെ മുമ്പിൽ ആര് കൊട്ടിയടയ്ക്കാൻ ശ്രമിച്ചാലും ഒരു പരിധിവരെ അതൊക്കെ ജയിച്ചു എന്ന് വരാം. എന്നാൽ ദൈവം തുറക്കുന്ന വാതിൽ ഈ അടഞ്ഞ വാതിൽ പോലെ ആയിരിക്കില്ല. ഇപ്പോൾ ഞാൻ വായിച്ചതുപോലെ വലുതും വിശാലവുമായ വാതിലായിരിക്കും ദൈവം തുറക്കുന്നത്. അങ്ങനെ വിശാലമായ വാതിലിലൂടെ വിശാലമായ വഴിയിൽ സ്വർഗത്തിലേക്ക് പോകുന്ന കാര്യമല്ല കേട്ടോ, എന്നെ ദൈവം നടത്തിയ അനുഗ്രഹീതമായ ജീവിതാനുഭവമാണ് ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഇളയ പെങ്ങളുടെ വിവാഹം നടക്കണമായിരുന്നു. ആ സമയത്ത് സാമ്പത്തികമായി നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മണലുകൊണ്ട് കയറുപിരിക്കുന്ന ആ സമയത്ത് എന്നെ സഹായിക്കാൻ കഴിയുന്ന എൻ്റെ സമൂഹത്തിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകൾ വരെ സമ്പത്തുക്കൾ ഇഷ്ടമുണ്ടായിട്ടും വിവരമറിയാം, ഞാൻ ഇവരുടെ ഒന്നും മുമ്പിൽ കൈനീട്ടിയിട്ടില്ല, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ കണ്ണു തുറക്കാൻ അവർക്ക് മനസ്സായില്ല. അഥവാ അവർ മനസ്സ് വെച്ചെങ്കിലും പലരും അത് തടസ്സം ചെയ്തു. എന്നാൽ ദൈവം വിശ്വസ്തൻ. എൻ്റെ ഇളയ സഹോദരിയുടെ വിവാഹം അനുഗ്രഹകരമായി നടക്കുവാൻ കർത്താവ് സഹായിച്ചു. ഒരു വാക്കൂടെ ഞാൻ ഇതിനോട് ചേർത്ത് പറയട്ടെ. സാമ്പത്തികമായി വളരെ ഞെരുക്കം ബുദ്ധിമുട്ടി ഞാൻ നേരിടുകയാണ്. എൻ്റെ പെങ്ങളുടെ വിവാഹം ഹോളിലേക്ക് കയറി നടത്തണമെങ്കിൽ അതിന് സാമ്പത്തികമായി കൊടുക്കാനുള്ള തുക കൊടുത്തെങ്കിലേ മതിയാകൂ എന്നുള്ള ഒരു സാഹചര്യം വന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ കയ്യിൽ യാതൊരു നിവൃത്തിയുമില്ല. അവിടെ നിന്ന് ഉരുകി ദൈവത്തോടെ ഞാൻ പ്രാർത്ഥിച്ച ഘട്ടം ഇന്നും ഞാൻ ഓർക്കുകയാണ്. അതിനെയൊക്കെ വിനോദമായി കണ്ടവരും അതിലൊക്കെ സന്തോഷിച്ച ആളുകളും കുറച്ചൊന്നും ആയിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം അവരോട് പൊറുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ സംഭവിച്ചത് കേൾക്കണോ? എൻ്റെ ഭാര്യയുടെ സഹോദരൻ അച്ഛൻ കുഞ്ഞെന്ന് പേരുള്ള എൻ്റെ അളിയൻ ആ സമയത്ത് തൻ്റെ പോക്കറ്റിൽ നിന്ന് അവിടെ കൊടുക്കേണ്ട പണം, സംഖ്യ എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല, കൊടുക്കേണ്ട പണം എൻ്റെ കയ്യിൽ തന്നിട്ട് എന്നോട് പറയുകയാണ്, അളിയൻ്റെ കയ്യിൽ ഉണ്ടാകുമ്പോൾ തന്നാൽ മതി. ദൈവം ഒരുക്കുന്ന വഴികൾ, ദൈവം സഹായിക്കുന്ന സഹായം. അങ്ങനെ എൻ്റെ ഇളയ പെങ്ങൾ, മോളി എന്നാണ് അവിടെ പേര്, വിവാഹം അനുഗ്രഹകരമായി നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. തമ്പുരാൻ്റെ മുമ്പിൽ ഇന്നും ഞാൻ നന്ദിയോടെ അത് ഓർക്കുകയാണ്. അത് കഴിഞ്ഞു, തിരികെ എത്തി. അന്ന് പത്തനാപുരത്ത് കല്ലാമുട്ടം എന്ന സ്ഥലത്താണ് ഞങ്ങൾ പാർക്കുന്നത്. സഭാ ഹാളിൻ്റെ പാഴ്സണേജിലാണ് പാർക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ചെയ്യാത്ത കുറ്റത്തിന് ആരോപിതനായി മറ്റുള്ളവരുടെ മുമ്പിൽ കുറ്റക്കാരനായി നിന്ന ഞാൻ ആ പ്രസ്ഥാനത്തിൽ പിന്നെ തുടരാൻ ആഗ്രഹിച്ചില്ല. ഞാൻ ചെയ്തത്, എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ ഞാൻ എഴുതി നേരെ ആയൂരുള്ള ഓഫീസിലെത്തിച്ചു. അത് കിട്ടിയ പലർക്കും സന്തോഷമായി. എന്നാൽ നല്ലൊരു പങ്ക് എന്നെ ഗുണദോഷിച്ചു. പോകരുത്, ഇവിടെ നിൽക്കണം, സത്യം തെളിയിക്കപ്പെടട്ടെ. ഞാൻ പറഞ്ഞു, ഇല്ല, ഇത് ദൈവം എൻ്റെ മുമ്പിൽ അടച്ച വാതിലാണ്, അതിനെ തുറക്കാൻ ഞാൻ നിന്നുകൂടാ. ഞാൻ ശാഠ്യം പിടിച്ചതല്ല, അത് ദൈവഹിതമാണ് എന്ന് ദൈവാത്മാവ് എന്നെ ശരിക്കും ബോധ്യപ്പെടുത്തിയ ആ സാഹചര്യത്തിൽ ഞാൻ എടുത്ത നിലപാടാണ്. ഇനിയും ഈ സമൂഹത്തിൽ ഞാൻ ആവശ്യമില്ല, അതെനിക്ക് ദൈവം തന്ന സിഗ്നലാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. ബഹുമാനപ്പെട്ട PV അലക്സാണ്ടർ അമേരിക്കയിലാണ്. ഞാൻ അദ്ദേഹത്തിനും കത്തെഴുതി. എന്നാൽ അദ്ദേഹത്തിന് മാത്രമല്ല, ചർച്ച് ഓഫ് ക്രൈസ്റ്റിൻ്റെ ബോർഡിനും ഞാൻ കത്തെഴുതി. ചെയ്യാത്ത കുറ്റം എൻ്റെ പേരിൽ ആരോപിച്ച സ്ഥിതിക്ക് ഞാൻ ആ കാര്യങ്ങൾ വ്യക്തമാക്കി അവർക്ക് കത്തയച്ചു.
ബോർഡിനും കത്തയച്ചു, അമേരിക്കയിലുള്ള ബോർഡിനും കത്തയച്ചു. പെട്ടെന്ന് ബഹുമാന്യനായ PV അലക്സാണ്ടർ തിരിച്ചു വരേണ്ടി വന്നു. അതവിടെ നിൽക്കട്ടെ. ഈ സാഹചര്യത്തിൽ എൻ്റെ ഭൂതകാലത്തേക്ക്, ഇവിടെ നിന്ന് അല്പം കൂടെ ഭൂതകാലത്തേക്ക് ഞാൻ പോകണം. ചർച്ച് ഓഫ് ക്രൈസ്റ്റിൻ്റെ ഈ പ്രവർത്തനത്തിൽ ഏറ്റവും ഓർത്തിരിക്കേണ്ട, ആർക്കും മറക്കാൻ കഴിയാത്ത അവിസ്മരണീയമായ ഒരധ്യായമാണ് ചർച്ച് ഓഫ് ക്രൈസ്റ്റിൻ്റെ ലേബലിൽ ഞങ്ങൾ നടത്തിയ VBS. അതിന് ആ ആശയം നൽകിയതും അതിനുവേണ്ടി അധ്വാനിച്ചതും അതിൻ്റെ പിന്നാലെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതും ഞാനാണ്. അങ്ങനെയാണ് ഒരു VBS നടന്ന് പത്തനാപുരം സഭാ ഹാളിൽ വിശ്വാസികൾ വന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് കേരളത്തിൽ സാധിക്കുന്നത്ര വ്യാപകമായി നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ കരിയമ്പ്ലാവ് NM ഹൈസ്കൂളിൽ, അതുപോലെ തന്നെ ഈട്ടിച്ചോട്ടിലുള്ള എബനേസർ ഹൈസ്കൂള്, വടശ്ശേരിക്കരയിൽ ഞാൻ പഠിച്ച എൻ്റെ വിദ്യാലയം, പുനലൂരിലെ ചെമ്മന്തൂർ ഹൈസ്കൂള്, ഇങ്ങനെ എൻ്റെ ഓർമ്മയിലുള്ളത് ഇപ്പം ഞാൻ പറയുകയാണ്. ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ VBSകൾ സമാരംഭിച്ചു. ഇത് സഭകളുടെ നേതൃത്വത്തിൽ സ്ഥലം സഭകളിലേക്കും വ്യാപിച്ചു. നിരവധി കുട്ടികൾ കർത്താവിനെ അറിയുവാൻ, ഞാനിപ്പോൾ താമസിക്കുന്ന കരിയമ്പ്ലാവിലെ ഹൈസ്കൂളിൽ അന്ന് ആ VBSൽ രക്ഷിക്കപ്പെട്ട മാർത്തോമ തുടങ്ങി പെന്തക്കോസ്ത് തുടങ്ങിയുള്ള സഭകളിലെ യുവതീ-യുവാക്കന്മാർ ഇപ്പോഴും എന്നോട് പറയും, അവിസ്മരണീയമാണ് അന്ന് നടന്ന ക്യാമ്പ്, അന്നാണ് ഞാൻ കർത്താവിനെ സ്വീകരിച്ചതെന്ന്. ആ ക്യാമ്പിൽ കുഞ്ഞുങ്ങളായി പങ്കെടുത്തവർ ഇന്നും പറയാറുണ്ട്. ബ്രദർ സഭകൾക്കും ആ സഭകളിലുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്കും ഈ സാക്ഷ്യം പറയാനുണ്ട്. 400 കുഞ്ഞുങ്ങളാണ് കരിയമ്പ്ലാവ് സ്കൂളിൽ സംബന്ധിച്ചത്. വലിയൊരു റാലിയോടുകൂടെയാണ് അത് ആദ്യ വർഷം സമാപിക്കുന്നത്. കേൾക്കണേ, ആ കൂട്ടത്തിൽ അവസാന ദിവസങ്ങൾ 4 ദിവസം കൺവെൻഷൻ ഞങ്ങൾ അറേഞ്ച് ചെയ്തു സ്കൂളിൽ. ആ കൺവെൻഷനിൽ ഒരു പ്രഭാഷകനായിരുന്നു ആദരണീയനായ കൃഷ്ണൻകുട്ടിച്ചായൻ, R. കൃഷ്ണൻകുട്ടി തിരുവട്ടാർ അവറുകൾ. അദ്ദേഹം വന്നു. അദ്ദേഹം പ്രസംഗിക്കുന്നതിന് തൊട്ടു മുമ്പ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ, അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അത് അദ്ദേഹം ശ്രദ്ധിച്ചു. ഞാൻ കൂടി വന്നാൽ 8 മിനിറ്റോ വല്ലതും എടുത്തിട്ടുണ്ടാവുള്ളൂ. അത് അദ്ദേഹം ശ്രദ്ധിച്ചു. എന്നിട്ട് അദ്ദേഹം പ്രസംഗിച്ചു. അന്നത്തെ പ്രസംഗം അക്ഷരം വിടാതെ എനിക്ക് ഓർമ്മയുണ്ട്. അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ സഖായിയുടെ മാനസാന്തരത്തെക്കുറിച്ചായിരുന്നു പ്രഭാഷണം. കോരിത്തരിച്ചുപോയി സദസ്സ്. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം അത്രയ്ക്ക് ഗംഭീരമായിരുന്നു എന്ന് പറയട്ടെ. ആ പ്രസംഗമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഒരിക്കൽ വീട്ടിൽ അദ്ദേഹം താമസിച്ചു. കൂടെ ഒരു സഹോദരനുമുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തെ ബസ്സിൽ യാത്ര അയക്കാൻ വേണ്ടി ഞാൻ വന്ന് അദ്ദേഹവുമായി ഒരുമിച്ച് കവലയിലെത്തി. അദ്ദേഹം എൻ്റെ കൈ പിടിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടു. ബഹുമാന്യനായ കൃഷ്ണൻകുട്ടിച്ചാൻ പറഞ്ഞു, അദ്ദേഹത്തിന് ഞാൻ ഒരു എൻവലപ്പിനകത്തൊരു കൂട്ടായ്മയിട്ട്, സാമാന്യം നല്ലൊരു കൂട്ടായ്മയാണ്. കാരണം അന്ന് എനിക്ക് സഹായങ്ങൾ പല വഴി നിന്നല്ല, എന്നെ ഈ മിഷണറി സഹായിക്കുന്നുണ്ടായിരുന്നു, ആർലിൻ റൈസ് എന്ന മിഷണറി. ആ നല്ലൊരു കൂട്ടായ്മ ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം ആ കൂട്ടായ്മ തിരിച്ച് ഞെരടി എൻ്റെ കയ്യിലേക്ക് തിരികെ തരിക. ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛാ, ഇത് വാങ്ങിച്ചേ പറ്റൂ. ഇല്ല, ഞാനിത് വാങ്ങില്ല. എനിക്ക് വേണ്ടത് ഈ കൂട്ടായ്മയല്ല, എനിക്ക് വേണ്ടത് ബ്രദർ തമ്പാനെയാണ്. ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറഞ്ഞു പോവുകയാണ്. നിങ്ങളുടെ ജീവിതം ഒരിക്കലും ഒരീക്കൽ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല. ദൈവം തന്നിരിക്കുന്ന കൃപകൾ വിശാലമായ വേദികളിൽ, വിശാലമായ സ്ഥാനങ്ങളിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. അദ്ദേഹം ഇത് പറഞ്ഞിട്ട് ഒടുവിൽ പറഞ്ഞു, ഞാനൊരു പോസ്റ്റ് കാർഡ് സഹോദരൻ തമ്പാൻ്റെ വകയായിട്ട് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ഈ സമൂഹത്തെ വിട്ടു ബ്രദർ സഭയിൽ തുടർന്നു പോകാൻ ആഗ്രഹിക്കുന്നു എന്നൊരു വാചകത്തിൽ എനിക്കൊരു കത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ പോകുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ബൈ പറഞ്ഞു പോയി. പ്രിയപ്പെട്ടവരെ, ഇത് എൻ്റെ ഉള്ളിൽ ഒരു സംഘർഷം തന്നെ സൃഷ്ടിച്ചു.
ഈ ഘട്ടത്തിലാണ്, ഇതിനെ തുടർന്നാണ് ഞാൻ പറഞ്ഞ ആ സന്ദിഗ്ധാവസ്ഥ, ആ പ്രതിബന്ധം എൻ്റെ ജീവിതത്തിൽ നേരിടുന്നത്. ഞാൻ നേരെ ബസ് കയറി ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടിച്ചാൻ്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാൻ ഈ സമൂഹം വിടുകയാണെന്ന് ഞാൻ അങ്ങയോട് പറയുക മാത്രമല്ല, ഞാൻ എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തിട്ടാണ് വന്നത്. അദ്ദേഹം ഇരുന്നിടത്തുനിന്ന് ചാടി എഴുന്നേറ്റ് എനിക്ക് കൈ തന്നിട്ട് ഈ ബ്രദർ സമൂഹത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നെ സ്വീകരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പാഴ്സണേജിലാണ് താമസിക്കുന്നത്, അവിടുന്ന് മാറണം. ഞാൻ പറഞ്ഞു, അച്ഛാ, എനിക്ക് അവിടുന്ന് താമസം മാറണം. എങ്ങോട്ടാ മാറേണ്ടത് ഒരു പിടിയുമില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദർ തമ്പാൻ വീട് അന്വേഷിക്കേണ്ട, നിങ്ങൾക്ക് താമസിക്കാനുള്ള വീട് ഞാൻ അറേഞ്ച് ചെയ്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ മഹാമനുഷ്യൻ ഒരു ദിവസം രാവിലെ ഒരു ഓട്ടോറിക്ഷ വാടകയ്ക്കെടുത്ത് ആ ഇരവിവേരൂർ, അന്ന് അദ്ദേഹം താമസിക്കുന്ന ഇരവിവേരൂരാണ്, ആ സ്ഥലം മുഴുവൻ കറങ്ങി ഒരു വീട് കണ്ടെത്താൻ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഒരു വീട് കണ്ടെത്തി. എന്നെ വിവരമറിയിച്ചു, എത്രയും പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഏറ്റവും അധികം വികാരാധീനനായി തീർന്ന, കണ്ണുനീര് വാരിയെറിഞ്ഞ ഒരു സന്ദർഭമായിരുന്നു അത്. എൻ്റെ ആരോഗ്യവും എൻ്റെ ബലവും എൻ്റെ കണ്ണുനീരും എൻ്റെ ശക്തിയും എൻ്റെ വിയർപ്പും ദൈവം എനിക്ക് തന്ന ബുദ്ധിയും എന്നെ ഏൽപ്പിച്ച കൃപാവരങ്ങളും മുഴുവൻ ഞാൻ ചെലവിട്ട ഒരു സമൂഹമാണ് ചർച്ച് ഓഫ് ക്രൈസ്റ്റ്. CRYM എന്നു പേരുള്ള ക്രിസ്ത്യൻ റിവൈവൽ യൂത്ത് മൂവ്മെൻ്റ് എന്ന ഒരു യുവജന സംഘടന അവിടെ ആരംഭിച്ചു. അതിനൊക്കെ നേതൃത്വം കൊടുത്തത് പത്തനാപുരം കല്ലുംകടവ് ജംഗ്ഷൻ മുതൽ കല്ലാമുട്ടം വരെ നടന്ന പത്തനാപുരത്തെ മൺതരികളെ കോരിത്തെരിപ്പിച്ച വലിയ ക്രിസ്തീയ പ്രകടന ജാഥ ആ യുവജന സംഘടനയുടെ നാമത്തിൽ നടക്കുകയുണ്ടായി. അതൊക്കെ വിട്ടുപോരുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായ ആ മാനസിക വ്യഥ, ഇത് ഇപ്പോൾ ആ സമൂഹത്തിലുള്ള പലർക്കും അറിയാമോ എന്നെനിക്ക് നിശ്ചയമില്ല. എങ്കിലും ഇതാരെങ്കിലും കേൾക്കുന്നെങ്കിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സമയം. അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യയെയും 2 കുട്ടികളുമായി ഒരു ലാറിയിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, ഫർണിച്ചർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എൻ്റെ പിതാവ് സമ്പാദിച്ചിട്ടിരുന്നത് അതുമായി ഇരുപേരൂരെത്തി. എൻ്റെ കയ്യിൽ പണമുണ്ടായിരുന്നു ലോറി വാടകയൊക്കെ കൊടുക്കാൻ. എന്നാൽ കൃഷ്ണൻകുട്ടിച്ചായൻ സമ്മതിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഞാനാണ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കയ്യിൽ പണമുണ്ട്, ദൈവകൃപയാൽ എൻ്റെ കയ്യിൽ പണം ഇല്ല. ബ്രദർ തമ്പാനെ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നത് ഞാനാണ്, ഇത് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞ് ആ വലിയ മനുഷ്യൻ, നാണയത്തിൻ്റെ ക്ലാവ് പുരളാത്ത കൈയുള്ള ദ്രവ്യാഗ്രഹിയല്ലാത്ത ആ മഹാമനുഷ്യൻ എന്നെ സ്നേഹത്തോടെ ഞാൻ ഇന്ന് നിൽക്കുന്ന ബ്രദർ സമൂഹത്തേക്ക് സ്വീകരിച്ചത്, അദ്ദേഹം ഇന്ന് ഈ ഭൂമിയിലില്ലെങ്കിലും അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും അഭാവത്തിലും നന്ദിയോടെ സ്മരിക്കുകയാണ്, ദൈവത്തെ പുകഴ്ത്തുകയാണ്. അദ്ദേഹത്തിനറിയാം എൻ്റെ ഹൃദയം എങ്ങനെയായിരുന്നു അദ്ദേഹത്തോട് എന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എനിക്ക് ദൈവം തുറന്ന വിശാലമായ വാതിലാണ്, വിശാലമായ വഴിയാണ് പുതിയ വേലസ്ഥലമായി ബ്രദർ സമൂഹത്തിലേക്ക് ഞാൻ വരുന്നത്. എന്നാൽ ആ സമയത്തും ഞാൻ ബ്രദർ സമൂഹത്തേക്ക് വന്നെങ്കിലും ആ സമയത്ത് എന്നെ ചേർത്ത് നിർത്താൻ ഇരവിപേരൂർ സഭ, ഞാൻ ആദ്യം കൃഷ്ണൻകുട്ടിച്ചാനോട് പറഞ്ഞത്, ഞാൻ ആദ്യം വരുന്ന പാടെ ഇങ്ങനെ ബ്രദർകാരനാകുക ശരിയല്ലല്ലോ. മാത്രമല്ല, എനിക്ക് എൻ്റെ ഈ മിഷണറി എന്നെ അവിടെ നിന്ന് ഡയറക്റ്റ് എന്നെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും ഇപ്പോൾ ഈ നിൽക്കുന്ന രീതിയിൽ ഒരല്പം കൂടെ മുന്നോട്ട് പോകട്ടെ, അത് കഴിഞ്ഞാവട്ടെ തീരുമാനം എന്ന് പറഞ്ഞു.
അപ്പോഴാണ് ഈ അസംബ്ലി, ഇരവുപേരൂർ അസംബ്ലി, അതിൻ്റെ സന്ദർഭങ്ങളൊക്കെ ഞാൻ പറയുന്നില്ല, ആ അസംബ്ലിയിലെ എൽഡേഴ്സ്, അവർ സഹോദരന്മാർ എൻ്റെ വീട്ടിൽ വരികയും എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും അവർ കരുതുകയും അങ്ങനെ എന്താ പറയുക, എന്നെ എടുത്ത് ഈ സമൂഹത്തിൽ നിർത്തുന്നത് പോലെയായിരുന്നു ആ സഭ എന്നെ കരുതിയതും ഈ സമൂഹത്തിലേക്ക് എന്നെ സ്വീകരിച്ചത്. ഈ സമയത്ത് TG മാത്യു സാറുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ജീസസ് ലവ്സ് യു ഗോസ്പൽ ടീം എന്ന പേരിൽ ഒരു ടീം ഞങ്ങളുണ്ടാക്കി. ഹൈ റേഞ്ചിലും കേരളത്തിലെ മധ്യ തിരുവിതാംകൂറിലെ മറ്റു ഭാഗങ്ങളിലുമൊക്കെ അനേക ക്രൂസൈഡുകൾ, അനേക മീറ്റിങ്ങുകൾ, കൊച്ചിയിലൊക്കെ പല മീറ്റിങ്ങുകൾ ഞങ്ങൾ നടത്തി. അനേകം രക്ഷിക്കപ്പെടുവാൻ ദൈവം അവസരം നൽകിയ വലിയൊരു മൂവ്മെൻ്റായിരുന്നു അത്. എന്നാൽ ഞാൻ ബ്രദറൻകാരനാകുമ്പോൾ കൃഷ്ണൻകുട്ടിച്ചാനോട് പറഞ്ഞ് തൽക്കാലം അതൊന്നും നിർത്തണ്ട, അതൊക്കെ നടന്നോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ബ്രദറൻകാരനാകുകയാണോ, ഞാൻ തീർത്തും ഒരു ബ്രദറൻകാരനായിരിക്കും. മറ്റൊരു ബന്ധം എനിക്ക് വേണ്ട. ഞാൻ എൻ്റെ മാതാവിനെ പോലെ ഞാൻ കരുതിയ, സ്വന്തം മകനെപ്പോലെ മകളെപ്പോലെ ഞങ്ങളെ കരുതിയ ആ ആർലിൻ റൈസ് എന്ന അനുഗ്രഹീതയായ ദൈവദാസിക്ക് ഞാൻ കത്തെഴുതി, ഇനിയും എനിക്ക് യാതൊരു വിധമായ സാമ്പത്തിക സഹായം ചെയ്യേണ്ട, ഞാനൊരു പുതിയ പ്രവർത്തന മേഖലയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതുവരെ എന്നെ സ്നേഹിച്ചതിനും കരുതിയതിനും നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ദൈവദാസിക്ക് കത്തയച്ചു. അവർ അയച്ച മറുപടി എന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അവർക്കത് വേദനാജനകമായിരുന്നു. ആ സഹോദരി ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ എന്നെനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ദൈവം എനിക്ക് വേണ്ടി കരുതിയ ഒരു മിഷണറി ആയിരുന്നു ആർലിൻ റൈസ് എന്ന ഈ മിഷണറി വനിത. പറയട്ടെ, ഇരവുപേരൂർ താമസമായി ഇരവുപേരൂർ സഭയോടുള്ള ബന്ധത്തിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഈ കാലഘട്ടത്തിൽ എനിക്ക് നേരിട്ട ഏറ്റവും വലിയ ചില സംഭവങ്ങളുണ്ട്. ചിലെന്നല്ല, പ്രത്യേകിച്ചും ഒരു പ്രധാന സംഭവമുണ്ട്. അത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ അനുഭവമാണത്. പൗലോസ് പറയുന്നുണ്ട്, വലുതും വിശാലവുമായ വാതിൽ എൻ്റെ മുമ്പിൽ തുറക്കപ്പെട്ടിട്ടുണ്ട്, വിരോധികളും അനേകരാണ് എന്ന്. പ്രതിബന്ധങ്ങളും പലതാണ്. ദൈവം തുറക്കുന്ന വാതിലിലൂടെ സുഗമമായി നമ്മൾക്ക് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുമ്പോഴാണ് ചില പ്രതിസന്ധികൾ അവിടെ വരിക. ഇതേ വിധത്തിലുള്ള പ്രതിസന്ധികൾ ഞാനും നേരിടേണ്ടി വന്നു. ഞാൻ ബ്രദർ സമൂഹത്തിലേക്ക് വരുമ്പോൾ ആദരണീയനായ കൃഷ്ണൻകുട്ടിച്ചാൻ എന്നോട് പറഞ്ഞ ഒരു വാചകം ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നത് നന്നായിരിക്കും. അദ്ദേഹം പറഞ്ഞത്, ആദ്യം ഇവരൊന്ന് വറക്കും. ഇവരെന്ന് പറഞ്ഞാൽ ബ്രദറുകാരാണ്. ആദ്യം ഇവരൊന്ന് വറക്കും, പിന്നെ ഒന്ന് പൊരിക്കും. അത് കഴിഞ്ഞാൽ പിന്നീട് അവർ തീവ്രമായ ചില പരീക്ഷണങ്ങളിലൂടെ നടത്തി എന്നും വരും. പക്ഷേ ഒരു 3 വർഷം കഴിയുമ്പോൾ ബ്രദർ തമ്പാൻ്റെ സ്ഥിതിയൊക്കെ അങ്ങ് മാറും. അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്. ഒരുപക്ഷെ അതിനകത്തൊരു മാനുഷിക അംശം കൂടെ കാണും. എന്നാൽ ഞാൻ പറയട്ടെ, 3 വർഷം പോയിട്ട് 3 മാസം ഞാൻ ബ്രദറൻകാരനായി അംഗീകരിക്കപ്പെടാനായിട്ട് ദൈവം സമയം അനുവദിച്ചില്ല. പെട്ടെന്ന് തന്നെ ഈ സമൂഹത്തിലെ ദൈവമക്കൾ എന്നെ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഞാൻ നേരത്തെ പലയിടത്തും എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ്. കൃഷ്ണൻകുട്ടിച്ചാൻ എനിക്ക് ശുശ്രൂഷകളുടെ അവസരം സൃഷ്ടിക്കാൻ വേണ്ടി അദ്ദേഹം എനിക്ക് മാത്രമല്ല പലർക്കും അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു പ്രോത്സാഹനമാണ്. അദ്ദേഹം 3 ദിവസം പ്രസംഗിക്കേണ്ടിടത്ത് 1 ദിവസം എന്നെ അയക്കും. ആദ്യത്തെ ദിവസം, അടുത്ത 2 ദിവസങ്ങൾ അദ്ദേഹം വരും. ഇങ്ങനെ കേരളത്തിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ ബ്രദർ സമൂഹം തന്നെ വിളിച്ച യോഗങ്ങളിൽ എനിക്ക് അവസരം ഒരുക്കി തന്നു. ഞാൻ പകരം പ്രസംഗിക്കാൻ പോയി. പ്രിയപ്പെട്ടവരെ, ഞാനിരിക്കുന്ന ഒരു സദസ്സിൽ, ഞാൻ നേരത്തെ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരാൾ പറഞ്ഞു, ഞാൻ പകരം പ്രസംഗിക്കാൻ പോയി, ആളായതല്ല എന്ന്. എന്നാൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ പകരക്കാരനായി പ്രസംഗിക്കുന്നവനാണ്. ക്രിസ്തുവിന് പകരം
ജനത്തോട് അപേക്ഷിക്കുകയാണ്, ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം ഒരു ദൈവദാസന്റെ ശുശ്രൂഷയാണ്. ഇനിയും മനുഷ്യർക്കും പകരക്കാരനാകാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ഇതുപോലെ എൻ്റെ ജ്യേഷ്ഠ സഹോദരനും ഗുരുസ്ഥാനീയനും ആയ ബഹുമാന്യനായ കൃഷ്ണൻകുട്ടിച്ചാന് പകരക്കാരനായി ഞാൻ പലയിടത്ത് പ്രസംഗിക്കാൻ പോയി. അതെൻ്റെ ജീവിതത്തിലെ വലിയ അനുഭവങ്ങളായിരുന്നു. നിരവധി ആളുകൾ രക്ഷയിലേക്ക് വരുന്നത് കാണുവാൻ, ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നത് കാണുവാൻ എനിക്ക് ദൈവം ഭാഗ്യം നൽകി. ആ ധന്യനായ ദൈവദാസൻ്റെ പ്രോത്സാഹനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ കാലഘട്ടത്തിലാണ് ഇരവിപേരൂർ താമസിക്കുമ്പോൾ എൻ്റെ മൂത്ത മകൾക്ക് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടായി. അവളുടെ അന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഡോക്ടേഴ്സിന് നോക്കിയപ്പോൾ ഹാർട്ട് ബീറ്റ്സിലൊരു മർമറിങ് ഉണ്ട്. 4 ഡോക്ടേഴ്സ്, നമ്മുടെ ഇരവിപേരൂർ തിരുവല്ല പരിസരങ്ങളിലുള്ള 4 ഡോക്ടേഴ്സ് ഇതേ കാര്യം പറഞ്ഞു. എത്രയും പെട്ടെന്ന് ശ്രീചിത്രയിൽ കൊണ്ടുപോകണം തിരുവനന്തപുരത്ത്. അവിടുത്തെ ശിശുരോഗ വിദഗ്ധനെ കാണണം, ടെസ്റ്റുകൾ നടത്തണം, ആവശ്യമെങ്കിൽ ഒരു സർജറി നടത്തണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം വേദനിച്ച ഒരു ഘട്ടമാണത്. സത്യം പറയട്ടെ, സാമ്പത്തികമായി എനിക്ക് ബുദ്ധിമുട്ടൊന്നും നേരിട്ടില്ല. കാര്യം ഈ ദൈവമക്കളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും എന്നെ സഹായിച്ചു. ചുരുക്കി ഞാൻ പറയാം, എൻ്റെ കുഞ്ഞ് സിത്താരമോളുമായി ഫേബയുമായിട്ട് തിരുവനന്തപുരത്തേക്ക് ശ്രീചിത്ര മെഡിക്കൽ സെൻ്ററിലേക്ക് ഞാൻ പോകുകയാണ്. അവിടെ ചെന്നു. അവിടെ എന്നെ സ്വീകരിച്ചത് കൃഷ്ണൻകുട്ടിച്ചാൻ്റെ ശുപാർശ പ്രകാരം സണ്ണി തോമസ് എന്ന സുവിശേഷകനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചത്. പ്രിയപ്പെട്ടവരെ, ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു. കുഞ്ഞിന് സർജറി വേണ്ടി വരുമെന്നുള്ള ഈ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശം, വിദഗ്ധരായ ഡോക്ടേഴ്സാണ്. അവരുടെ നിർദ്ദേശം എൻ്റെ മനസ്സിനെ അലട്ടുന്നുണ്ട്, ദുഃഖിപ്പിക്കുന്നുണ്ട്, വേദനിപ്പിക്കുന്നുണ്ട്. എന്നാൽ അബ്രഹാം ഇസഹാക്കിനെ മോറിയാമലയിൽ യാഗമർപ്പിക്കാൻ കൊണ്ടുപോയത് പോലെയാണ് എൻ്റെ മകളെയും കൊണ്ട് ഞാൻ പോയത്. സംഭവിച്ചത് കേൾക്കണോ പ്രിയപ്പെട്ടവരെ? അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ടെസ്റ്റെല്ലാം കഴിഞ്ഞു. തൊട്ടടുത്ത ദിവസം ഡോക്ടറുടെ മുമ്പിൽ ചെന്നപ്പോൾ അദ്ദേഹം പറയുകയാണ്, അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ആ മർമറിങ് ഉണ്ടായിരുന്നതാണ്. ആ ഡോക്ടർ പറയുകയാണ്, നിങ്ങൾ പറയുന്ന അസുഖം, പ്രശ്നം ഈ കുഞ്ഞിനില്ല. ഞാൻ പറഞ്ഞു, ഡോക്ടറെ, ഞാൻ പറഞ്ഞതല്ല, ഡോക്ടേഴ്സ് പറഞ്ഞത്. സത്യമായിരിക്കാം, പക്ഷേ ആ പ്രശ്നം ഇപ്പോൾ ഈ കുഞ്ഞിനില്ല. സണ്ണി തോമസിൻ്റെ അവിടെ താമസിച്ചിരുന്ന എന്നെ യാക്കോബയായിൽ നിന്ന് അക്കാലത്ത് സുവിശേഷം താൽ ആകർഷിക്കപ്പെട്ട ഒരു സഹോദരൻ വന്ന് തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു വലിയ പണക്കാരനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ആ വീട്ടിൽ ചെന്നു. ഞാൻ അവിടെ താമസിച്ച 2 ദിവസം അദ്ദേഹവുമായിട്ട് ഞാനും രാത്രിയിൽ ഉറങ്ങാതെ ദൈവവചനം പറയുകയാണ്. വെളുപ്പാങ്കാലത്ത് എങ്ങാണ്ടാണ് ഉറങ്ങിയിട്ടുള്ളത്. എന്താ സംഭവിച്ചതെന്നറിയാമോ? ആ മനുഷ്യൻ കർത്താവിനെ ഏറ്റുപറഞ്ഞു. അദ്ദേഹം പിന്നീട് ഇരവിപേരൂർ സഭയിൽ വന്ന് ഏറ്റുപറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതൊരു വലിയ സാക്ഷ്യമായി മാറി. അനേകരുടെ ഉത്സാഹത്തിന് അത് കാരണമായി. സഹോദരങ്ങളെ, ആരുടെയും വഴിയും വാതിലും അടയ്ക്കാതിരിക്കുക, അതാണ് നല്ലത്. എന്നാൽ ആ വഴി നീ അടയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭക്തന് വേണ്ടി ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വാതിൽ ദൈവം തുറക്കും. വഴി ഒരുക്കും അവൻ ആഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ നടത്തിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടുമ്പോൾ വല്ലവൻ പുതുവഴി തുടർന്നിടുമേ. JV പീറ്റർ എന്ന ദൈവദാസന്റെ ഗാനമാണിത്. ഇതെൻ്റെ അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ നല്ല കർത്താവിനെ സ്നേഹിക്കാൻ, സേവിക്കാൻ, കർത്താവിൻ്റെ സാക്ഷിയായി നിലകൊള്ളാൻ ഞാൻ എൻ്റെ ഈ അനുഭവങ്ങളിലൂടെ, ഞാൻ അധികം ഉപയോഗിക്കാത്ത വാക്കൊന്ന് പറഞ്ഞുകൊട്ടെ, ഞാൻ ചലഞ്ച് ചെയ്യുന്നു, നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.